തൃശൂർ നഗരമധ്യത്തിലെ അനാശാസ്യ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ് ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായിക് എന്ന 27-കാരനാണ് മരിച്ചത്. പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അസം ഒഡീഷ സ്വദേശികളായ 4 സ്ത്രീകളെ അടക്കം 6 പേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുറുപ്പം റോഡിന് സമീപം കോരപ്പത്ത് ലൈനിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിലേക്ക് ഇതര സംസ്ഥാനക്കാർക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഇക്കഴിഞ്ഞ 18-ന് രാത്രി 10 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ കോരപ്പത്ത് ലൈനിനുള്ള വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ കേന്ദ്രത്തിലേക്ക് ധൻപത് നായിക്കും 2 സുഹൃത്തുക്കളും എത്തുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി ധൻപതും അനാശാസ്യ കേന്ദ്രത്തിലുള്ളവരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. ഇടിവള കൊണ്ടടക്കം ക്രൂരമായി 27-കാരൻ ധൻപത് ആക്രമിക്കപ്പെട്ടു. തുടർന്ന് അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാർ തന്നെയാണ് മർദ്ദനത്തിനിരയായ ധൻപതിനെ കാറിൽ MG റോഡിലുള്ള താമസ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ബോധരഹിതനായ ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ധൻപത് ഞായറാഴ്ച പുലർച്ചെയോടെ മരിച്ചു. സംഭവത്തിൽ അസം ഒഡീഷ സ്വദേശികളായ 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ധൻപത്തിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. MG റോഡിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഇയാൾ. തലയിലുണ്ടായ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് ധൻപത് നായിക് മരിച്ചത്. സംഘത്തിലുള്ള മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരാൾ അസമിലേക്ക് കടന്നതായാണ് സൂചന. സ്വരാജ് റൌണ്ടിന് വെറും 50 മീറ്റർ മാത്രം അകലെയുള്ള ജനവാസ മേഖലയിലാണ് ഈ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഫ്ളാറ്റുകളും വീടുകളും നിറഞ്ഞ ഈ ശാന്തമായ പ്രദേശത്ത് ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന ഇടമെന്ന നിലയിലാണ് നാട്ടുകാർ ഇതിനെ കണ്ടിരുന്നത്. ഇതര സംസ്ഥാനക്കാർ മാത്രം വന്നു പോകുന്ന ഒരിടമായതിനാൽ അയൽവാസികൾക്ക് യാതൊരു സംശയവും തോന്നിയിരുന്നുമില്ല. പോലീസ് അന്വേഷണത്തിലാണ് നഗരമധ്യത്തിലെ ഈ അനധികൃത കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.